അമൃതാണ് ഏറ്റവും കൂടിയ വിഷം. അമൃത അടിച്ച് പിറ്റായിട്ട് ചാവണി അങ്ങോട്ട് ചാവട്ട ഒന്നില്ലെങ്കിൽ പറയാനൊരു അന്തത്തില്ലേ. അപ്പൊ തുടങ്ങാം അല്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൽ വീണ്ടും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിൽ വീണ്ടും എല്ലാവർക്കും ഓടി വാ, കയറി വാ മക്കളെ, അടിച്ച് കയറി വാ. അപ്പൊ കേസ് ഇത് പെട്ടെന്നുള്ള വീഡിയോ ആയിരിക്കും, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും നമ്മുടെ കണ്ടന്റ് എന്താണ്, മദ്യപാനം തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങ് റിവ്യൂ ചെയ്ത് പെട്ടെന്ന് പോകുന്നു. കാരണം ഇന്ന് ഒറ്റ സമയമില്ല, എന്നാലും എനിക്ക് വീഡിയോ എടുക്കണം, ഇനി എടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ കടന്നു പോകും. അപ്പൊ കേസ് നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ കമ്പനിക്കാരൻ ആരൊക്കെ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗ്യാരേജ് ഇരിക്കുന്നത് ഇതൊക്കെ വിളിക്കാൻ വേണ്ടും 2-3 ആഴ്ച ഇതിന്റെ ഇനി ചെയ്തില്ല, ഞാൻ തന്നെ എടുത്ത് കുടിക്കേണ്ടി വരും തന്നെ എന്റെ മനസ്സിൽ പറയുന്നു. അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ അയ്യോ വാടാ കൂട്ടാ ഇങ്ങോട്ട് പ്യാനും അതെ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല തേങ്ങ ചമ്മന്തി ഇതൊക്കെ കൂടി കഞ്ഞി കുടിക്കണം കേസ് രാവിലെ തന്നെ. അയ്യോ കേസ് ഇത് എന്നെ എവരിഡേ ഗോൾഡ് ഏതാണ് അതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ ആൽക്കഹോള് 75% പ്രൂഫ്, 42.86% ആൽക്കഹോൾ കേട്ടോ. ഒന്നുമില്ല. ഇതിൻ്റെ പ്രൈസും വെയിറ്റ് അവിടെ ഇരിക്കും. ഇതിൻ്റെ പ്രൈസ് ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയ്ക്ക് ഇതൊരു പൈൻ്റാണ്. പൈസ ഒന്നും ഇല്ലാത്തവരൊക്കെ 300 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു പൈൻ്റൊക്കെ മേടിച്ച് സുഖമായിട്ട് അടിക്കാൻ കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇപ്പോൾ ഞാൻ കുടിച്ച് നോക്കി, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു പൈൻ്റാണ് 300 രൂപ, 375 ml. ഇതിൻ്റെ പ്രൈസ് വെറും 300 രൂപ. വെറും 300 രൂപയ്ക്ക് ഉള്ളതുണ്ട് എന്നും പറയാം. അത്യാവശ്യം കുഴപ്പമില്ല. അതൊരു റമ്മാണ് കേട്ടോ, എവരിഡേ ഗോൾഡ് റം. അടിപൊളി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നോക്കി കണ്ടും കുടിക്കുക. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു റിവ്യൂ ചെയ്തു തരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, ഫ്രണ്ട്സ് ഫാൻസിൻ്റെ ഒരു വീട്ടിലായിരുന്നു. അതൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അതിനകത്തൊരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10-20 വർഷം മുന്തിരി വാറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു മുന്തിരി ഫ്ലേവറാണ്. ഇറങ്ങിപ്പോകുമ്പോൾ അതെ ഇങ്ങനെ അങ്ങ് സ്വർഗം മാമ എന്നൊക്കെ പറയത്തില്ല, അതായിരിക്കും. അതൊന്ന് മേടിച്ച് കുടിച്ച് പോകണം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് അവിടെ ഇട്ടേക്കാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണണേ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ട്രൈ ചെയ്ത് ഇതിൻ്റെ നോസിങ്ങും ഇതിൻ്റെ ടേസ്റ്റും എല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അവിടെ ഇരിക്കും കൂട്ടാ, വാട്ട മോനെ ഇങ്ങോട്ട് വാടാ. കേസ് ഒട്ടും സമയമില്ല കേട്ടോ, അതാണ്. ഓ മൈ ഗോഡ്, അത്ര ഒഴിക്കണ്ടായിരുന്നു. ട്രൈ ആണല്ലോ കേസ്, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അത് കുറേ നാളെ കേസ് ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി മേടിച്ചു വെച്ചു. അത് ഇരുന്നിരുന്നൊരു വരുവായി. നമുക്ക് തണുത്ത വെള്ളം കൂട്ടി ചെയ്യുന്ന മുമ്പേ അത് ഇതിൻ്റെ വെള്ളം തമ്മിൻ്റെയൊക്കെ അതേ സ്മെല്ല് തന്നെ. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും കാണാമല്ലോ. ഫോക്കസ് ഇങ്ങനെയല്ല കുടിക്കണ്ടേ, ഇങ്ങനെ. കേസ് ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി ആയതേ ഉള്ളൂ. എനിക്ക് വേറെ സ്ഥലം വരെ പോകാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടൊക്കെ ഇങ്ങനെ ഇത് പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാകും. പിന്നെ എല്ലാം കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. ഇനിയും ഇരിക്കുന്നു 3, അതൊക്കെ ക്വാർട്ടർ കേട്ടോ. അതിൻ്റെ ഓരോ വീഡിയോ ഞാൻ വരുന്നുണ്ട്, ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തു തരാം, എല്ലാം പറഞ്ഞുതരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഏറനാട് റാപ്പിൻ ഭാവി കൊന്നു തള്ളും ചേരി നീളൻ താടി കീശകാലി തോടി അടുത്തോട്ട് വരുമ്പോൾ തന്നെ എന്ത് കണ്ണിലോട്ട് അടിക്കുന്നു. ഇങ്ങനെ കയറി നിനക്ക് തരാൻ പാതേ ജീവിതം നീയൊരു കലാകാരി, പക്ഷെ നിന്റെ തൂലികകളിൽ ഒതുങ്ങില്ലിവൻ അടങ്ങില്ല ഞാൻ. എല്ലാ റമ്മിൻ്റെ അതേ ടേസ്റ്റ്. ചെറിയ കയ്പുണ്ട് കേട്ടോ. കയ്പ് കുഴപ്പമില്ല. നമുക്ക് ട്രൈ അടിക്കാൻ പറ്റത്തില്ല. ഇത് അയ്യോ 300 രൂപയുടെ സാധനമാണെങ്കിലും ഇതൊക്കെ ട്രൈ അടിച്ചാലും നമ്മൾ പെട്ടെന്ന് ഇന്നത്തെ എനിക്കുള്ള വർക്കും കാര്യം എനിക്ക് നടക്കാതെ പോയി. വേറെ എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു.
നമ്മളെല്ലാ റമ്മിൻ്റെ ഒരേ ടേസ്റ്റ് തന്നെ, വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഞാൻ ഒന്ന് തണുത്ത വെള്ളം കൂട്ടി അടിക്കാം. ബാടാ നല്ല തണുത്ത് ഇതൊക്കെ അടിക്കുമ്പോഴേ ഗൈസ്, പ്രത്യേകിച്ച് റമ്മ് അടിക്കുമ്പോഴത്തേക്കും എല്ലാവരും നോക്കേണ്ട കാര്യം തണുത്ത വെള്ളം പിയും. തണുത്ത വെള്ളം തന്നെ കൂട്ടി മാക്സിമം വെള്ളം ഒഴിച്ച് തന്നെ കുടിച്ചു. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് നോക്കാൻ തുളുമ്പി ഗൈസ്, എനിക്കിത് പിടിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, നമുക്ക് വെള്ളം കൂട്ടി ഞാൻ കൂടുതൽ നിറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഈ ഗ്ലാസ് ആയിട്ട് വെട്ടുപോലത്തെ ഗ്ലാസ് വരും. ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെ ഒഴിക്കേണ്ടത്. പ്രത്യേകിച്ച് റമ്മാക്കി ആയതുകൊണ്ട് വില കുറഞ്ഞ സാധനത്തിനൊക്കെ നല്ല വീടുണ്ട് കുറച്ച് നേരത്തേക്ക്. ഓക്കെ ചേഴ്സ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വെള്ളം കൂട്ടി അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് വെറും എവരി ഡേ എന്ന് പറഞ്ഞു ഗോൾഡിൻ്റെ ഒരു. ഓക്കെ ചേഴ്സ്. വെള്ളം കൂട്ടിക്ക് അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. പക്ഷേ വെള്ളം കൂട്ടിയാണല്ലോ അല്ലെങ്കിലും അടിക്കുന്നത്. ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ട്രൈ ആയിട്ട് നോക്കിയിട്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ച് ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സിലോട്ട് ഞാൻ അങ്ങനെ അധികം ഒഴിക്കില്ല. നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഈ ക്ലാസ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ അളവ് എനിക്ക് പെട്ടെന്ന് മാറിയും പോകും. ഞാൻ ഇച്ചിരി കട്ടി, ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കട്ടി കൂടിപ്പോയി. എന്നാലും വെള്ളം ഒഴിച്ചിട്ട് കട്ടിയും കഴിച്ചിട്ടും വലിയ കട്ടി തോന്നുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടോ, അടിക്കാൻ നല്ല രസമുണ്ട്. വലിയ കയ്പില്ല. ആദ്യം നോക്കുമ്പോൾ ഇച്ചിരി കയ്പുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, 300 രൂപയ്ക്ക് ലാഭമാണ്. ജസ്റ്റ് ഒന്ന് മേടിച്ച്, പൈസ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 300 രൂപ കൊടുത്ത് ഒരു പൈൻ്റൊക്കെ മേടിച്ച് നൈസായിട്ട് അടിക്കാൻ പറ്റിയ സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരു മിനിറ്റ് കേസ് ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ പൊന്നു ഇതും കൂട്ടി നല്ല തേങ്ങ ചമ്മന്തി എൻ്റെ പൊന്നു ഇതും കൂടി വാടാ. എൻ്റെ കൂടെ കഞ്ഞി കൂട്ടി കൊടുക്കുന്നു, ചൂട് കഞ്ഞി അടിപൊളിയാണ്. റമ്മൊക്കെ അടിക്കുമ്പം നിങ്ങളുടെ എരിവും പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ടെങ്കിൽ അടിപൊളി. തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം കൂട്ടി അടിക്കില്ല ഏറ്റവും നല്ല വെള്ളം. പിന്നെ തണുത്ത വെള്ളം വേറെ സാധനം ആഡ് ചെയ്തത്. ഞാൻ പിന്നെ ഒരു ജ്യൂസും കൂടി ഇരിപ്പുണ്ട്, അതുകൂടെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു ഋതുവിടെ കാണിച്ചില്ല. എനിക്കിഷ്ടപ്പെട്ട് അടിപൊളി. ഇവന്മാരിങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്നെ നോക്കുക, എന്താടേ വരാത്തത് ഇങ്ങോട്ട്. അവിടെ വരാം. ഇതിനൊക്കെ പ്രൈസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. റേഹോണിന് 190, ഡാഡി വിൽസന് ഇത് റമ്മ കേട്ടോ. ഇത് 3 ക്വാർട്ടറാണ്. ഇതിന് 170. ഇത് OPR ഇതിന് 150 രൂപ കേട്ടോ. ഇതിൻ്റെ ക്വാർട്ടറിന് 150 രൂപ. ഇതിൻ്റെ പൈൻറ്റിന് 320 രൂപ. ഇതിൻ്റെ പൈൻറ്റിൻ്റെ വില എനിക്കറിയത്തില്ല കേട്ടോ. ഇതിന് പൈൻറ്റ് ഇരിക്കാം 430 രൂപ, അല്ല 440 രൂപയാണ് ഇതിൻ്റെ അര. പക്ഷേ ഇത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഈ സംഭവം റേഹോണർ എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ അതിങ്ങനെ ഇവിടെ വെട്ടം ഇങ്ങനെ അവിടെ നിന്ന് അടിച്ച് കയറുന്ന കാരണം കറക്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തൊരു വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. എല്ലാം അടച്ചു കൂട്ടിയിട്ടാണ് തിരിക്കാൻ തോന്നുന്നത്. ഇപ്പം തന്നെ ഒരു ഓൾമോസ്റ്റ് 2 ആഴ്ച ഞാനങ്ങനെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാത്തതാണ്. സമയം കിട്ടുന്നില്ല. അതാണ് വീഡിയോ മൊത്തം ഷോർട്ടേജ് ആയി പോകുന്നു. അങ്ങോട്ടൊന്നും വരുന്നില്ല. വേർത്ത് പൊളിച്ച് റമ്മടിച്ചുള്ള കുഴപ്പമാണ്. പെടയും നമ്മൾ വേർക്കും, അതങ്ങനെയാണ്. എന്തായാലും ആ സാധനം കുഴപ്പമില്ല കേട്ടോ. ഈ പെടയിൽ വേണമെങ്കിൽ എന്തായാലും നോക്കട്ടെ. നമുക്ക് 2 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ജ്യൂസ് കൂട്ടിയിട്ട് ചുമ്മാ ഒന്ന് നോക്കാം. ജ്യൂസ് കൂട്ടിയൊക്കെ അടിക്കാൻ ഒരു പേടി. ഇത് ഇരിപ്പുണ്ട്. ഇത് കൂട്ടി ഒന്ന് അടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഇവൻ വാടാ ഇങ്ങോട്ട് വാ. പിന്നെ ഞാൻ കുറച്ച് ഒഴിക്കത്തുള്ളൂ കേസ്. അയ്യോ
ഇത് തന്നെ മതി. നല്ല പണി പാള് അവിടെ ഇരി. ഓ ഇതിൻ്റെ കുപ്പി ഉറക്കും. ഞാൻ ഒറ്റയ്ക്കായി വീഡിയോ എടുക്കുന്നത്, അതിൻ്റെതായ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. ആരും റമ്മിനകത്ത് സത്യം പറഞ്ഞ ആരും റമ്മിനകത്ത് ഇങ്ങനെയൊക്കെ കുടിച്ച് കുടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലവർ മറ്റേ പെപ്സി കുടിച്ച് കുടിക്കും. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കുറേ പണ്ട് തൊട്ട് പറഞ്ഞിട്ടുണ്ട്, തുടക്കക്കാരൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ പെപ്സി കൂട്ടിയൊക്കെ അടിക്കും. പക്ഷെ അത് ശീലം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല പണം കിട്ടും. അത് ഓർത്തു. പിന്നെ ഈ ജ്യൂസ് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്. ജസ്റ്റ് നമുക്കൊന്നൊരു കയ്പൊക്കെ മാറാൻ ആദ്യമൊരു തുടക്കം വേണമെങ്കിൽ വെച്ചും കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ചുമ്മാ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ കൂടെ ഈ റമ്മിൻ്റെ കൂടെ അല്ല ഈ റമ്മ പോട്ടെ ഈ സാധനത്തിൻ്റെ കൂട്ടത്തിൽ റമ്മിൻ്റെ കൂടെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ച് എല്ലാം അടിക്കുന്ന പോലെ തന്നെ ഞാൻ അടിച്ചിട്ടുണ്ട്. എല്ലാ സംഭവം അടിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗേസ് വേണമായിരിക്കും അല്ലേ? ചേസ് എന്നാ കുടിച്ചോ. ജ്യൂസിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട്, ലിക്കറിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ട് വേറൊരു ഫ്ലേവർ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എല്ലാവരും നോക്കിയും കണ്ടും കുടിക്കുക. പിന്നെ ഈ സാധനമൊക്കെ എല്ലാം എൻ്റെ ബില്ലുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് വീട്ടിൽ 3 ലിറ്റർ വരെ വെക്കാം. പിന്നെ നമ്മൾ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് എങ്ങനെ കുടിക്കണം, ഒരു ഇത് കുടിച്ച് എങ്ങനെയാകുന്നു ഇവിടെയൊന്നൊരു വീഡിയോ നമ്മൾ എടുത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യില്ല. അവസാനം എനിക്ക് കിട്ടും. ഒന്നാമത് ഭയങ്കര മദ്യപാന ആരോഗ്യം ഹാനികരം. ആവശ്യത്തിന് നോക്കിയും കണ്ടത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സൂപ്പർ. നമ്മുടെ മുകേഷേട്ടൻ പറഞ്ഞത് സ്വർഗം മാമ സ്വർഗം. മധുരം കൂട്ടി അടിച്ചുകൊണ്ട് നമുക്ക് എടുത്ത് അടിപൊളി കേസ്. പെട്ടെന്നുള്ള വീഡിയോ ആണ്. ഒറ്റ ഇവിടെ തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കും. എല്ലാം പെട്ടെന്ന് തന്നെ കാണിക്കും. കുഴപ്പമില്ല. ഇത് ഒരു കുഴപ്പമില്ല. അത്യാവശ്യം 300 രൂപയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇതിന് 300 റേഞ്ച് വേറെ കുറേ മദ്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കർ, പിന്നെ ജമൈക്കൻ, അങ്ങനെ കുറേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ എൻ്റെ റിവ്യൂ വന്നിട്ടില്ല. ആരെയൊക്കെ ചെയ്തിട്ടുള്ളൂ കൂടുതലും. ഇനി മൊത്തം ഈ പൈൻറ്റും എല്ലാം കുറേ വീഡിയോയും കിടപ്പുണ്ട്. അത് ഈ ക്വാർട്ടർ 3 ഇരിപ്പുണ്ട്. അതിൻ്റെ റിവ്യൂക്ക് ഇനി വരും. തിരക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ക്വാർട്ടർ അടിച്ചും പിന്നെ ഈ മറ്റൊരു പൈൻ്റ് അടിച്ചും അത് രണ്ടും വ്യത്യാസം. 2 ക്വാർട്ടർ മേടിച്ചും അങ്ങനെ ഒരു 2 ക്വാർട്ടർ ഇരിപ്പുണ്ടല്ലോ, 3 ക്വാർട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഇത് ക്വാർട്ടറും 2 ക്വാർട്ടർ മേടിക്കണം. 2 ക്വാർട്ടർ എന്നാലും എല്ലാം കറക്റ്റ് തന്നെയും. എന്തായാലും എല്ലാവരും ജോലി നമ്മൾ ചെയ്യും. എല്ലാവരും ഒരു നല്ലൊരു രീതിക്ക് എനിക്കിത് കാണിക്കണം. കാരണം വ്യത്യാസം എങ്ങനെയാണെന്ന് ഓരോന്നും അടിക്കുമ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 200 രൂപ ക്വാർട്ടർ മേടിച്ചിട്ട് കൊണ്ടുപോയി ക്വാർട്ടർ മേടിക്കണ്ടെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇത് മേടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല കേസ്, അതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ മൊത്തം ഞാൻ എടുത്തിട്ട് ഇപ്പോൾ കേസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. 300 രൂപ റേഞ്ചിൽ ഒരു കുഴപ്പമില്ല. നൈസായിട്ടൊക്കെ ഇരുന്ന് അടിച്ച് നല്ല പൊഴിഞ്ഞ മുട്ടയൊക്കെ മേടിച്ച് നല്ല ഇതുപോലെ നല്ല എരിവുള്ള സാധനവും എല്ലാമായിട്ട് അടിച്ച് പൊളിക്കുക, തകർക്കുക, അടിക്കുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൂടെ ഓർക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഈ യൂട്യൂബ് വ്ളോഗ്സ് പറഞ്ഞ് കുടിച്ചാന്ന് പറഞ്ഞ് ആരും പറയല്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സമയത്ത് 10:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മുടെ നേരത്തെ വീഡിയോ ഫ്രണ്ട് ഞാൻ ഷാർട്സിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. എൻ്റെ ലിങ്ക് കൂടെ താഴെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കാം, വീണ്ടും ഇട്ടേക്കാം. ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് നോക്കി നിങ്ങൾ ശരിക്കും ഒന്ന് അത് മേടിച്ച്. അതിൻ്റെ പ്രൈസ് 2480 രൂപയാണെങ്കിൽ 2480 രൂപയ്ക്ക് അത് വെറുത്താണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ കേസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ് ചെയ്യണം സൈഡിൽ കാണാൻ ബെല്ലൊക്കെ ഇങ്ങനെ അടിച്ച് പൊടിച്ചാണ് എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരണ്ടേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണും വരെ അടുത്തതേ സാധനങ്ങളായിട്ട് ഞാൻ വരുന്ന വരെ ചേഴ്സ് ആൻഡ് ഗുഡ് ബൈ.